friends, welcome to Gittu's Playtime. എൻ്റെ പേര് നിത്യശ്രീ. അപ്പോൾ എന്താണ് ഇത്? നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പോകും. അപ്പോൾ കമ്മിങ് തേഴ്സ്ഡേ ഞങ്ങൾ സ്കൂൾ തുറക്കും. അതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്യാൻ പോകും. അപ്പോൾ നോക്കാം. ഞാൻ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ അറിയുന്ന ആൾക്കാർ ബി ടി എസിനാണ് വേറൊരു വെർഷനായിട്ട് BT21 ഉണ്ട്. അതിലൊരാളാണ് ഇത് ചിമിൻ എന്നാ പറയുന്നത് ശരിക്കില്ല. മറ്റേത് ഞാൻ വാങ്ങിച്ചത് ടാറ്റ സൈഹുങ് ഓർ വി. അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് അത് ജെ ഹോപ്പ്. അതാണെങ്കിൽ മാങ്ങ എന്ന് പറയാം. അതാണെങ്കിൽ ജെ ഹോപ്പ്. ഉണ്ടല്ലോ അതൊരു ബണ്ണി പോലെ ദാഹിച്ചിട്ട് ദീപുന് ഇഷ്ടായി. ബനാന ഉണ്ട്. രണ്ട മാത്രം ഒന്നുമില്ല. എൻ്റെ അമ്മയുടെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഡംസിൽ പോകുന്നു ഡെയിലി വെയർ ഇയറിങ് വാങ്ങിക്കാൻ വേണ്ടി. ചെന്നൈയിൽ വേളാച്ചേരിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ആഡംസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡെയിലി വെയർ ആയാലും അല്ലെങ്കിൽ ഒരു ഫങ്ഷന് എല്ലാ ടൈപ്പുള്ള സംഭവങ്ങളും അവിടെ കിട്ടും. ഗോൾഡ് കവറിങ് പോലെയുള്ളതായാലും അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള ഇയറിങ്സിൻ്റെയൊക്കെ നല്ല കളക്ഷനാണ്. ശരിക്കും ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ. പ്രാവശ്യം നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് വാങ്ങിക്കുന്നതൊന്നും ഒരിക്കലും കളറേ പോവാറില്ല. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും. കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഡെയിലി വെയർ കമ്മലുകളൊന്നും ഒരിക്കലും നമ്മൾ റഫ് യൂസ് ചെയ്താലും വെള്ളം നനച്ചാലും ഒന്നും നാശാവാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങാറ്. അപ്പോൾ കിത്തു ഷൂ വാങ്ങിക്കാൻ പോയേക്കാം. എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ഷൂസ്. സോ അതിലൊന്നും നാശമായിട്ടൊന്നുമില്ല. സോ അത് എനിക്ക് ഷൂ വാങ്ങിക്കണ്ട. പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് ബാഗും ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ ലഞ്ച് ബോക്സ് അല്ലേ, ലഞ്ച് ബോക്സും ലഞ്ച് ബാഗും വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ എന്താ വാങ്ങിയത് വൈകിട്ട് നോക്കാം. BTWD ഉണ്ടായിരുന്നു. വേറെ ഏതൊക്കെയാ ഉണ്ടായിരുന്നു.
ബാക്കി സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു റീൽസ് കണ്ടത്. ഡേയ്സോ പറഞ്ഞിട്ട് ജപ്പാൻ്റെ ഒരു ബ്രാൻഡ് നമ്മുടെ എക്സ്പ്രസ് അവന്യൂവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മൾ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വിചാരിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് എക്സ്പ്രസ് അവന്യൂ ഉണ്ടായിരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടും കൂടി ഒന്ന് കയറി നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ പോയത്. ഭയങ്കര പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് പോയത്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല, നമ്മൾ വിചാരിച്ച പോലത്തെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ക്രാഫ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അല്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ ഐറ്റംസ് ഒന്നും അവിടെ കിട്ടണില്ല. ഒക്കെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് സ്റ്റേഷനറി വൈസ് നോക്കുമ്പോൾ സ്കൂളിലേക്ക് ആവശ്യമുള്ള സ്റ്റിക്കി നോട്ട്സ് ആണെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമുക്ക് ജസ്റ്റ് വാങ്ങാൻ മാത്രമേ ഉള്ളൂ. പുതിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ റീൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് വളരെ കുറവാണെന്നാണ്, അതായത് അഫോർഡബിൾ ആണെന്നാണ്. പക്ഷേ എനിക്ക് ഈവൻ ഒന്നും അങ്ങനെ അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയില്ല. ചെറിയ ഐറ്റംസിന് വരെ ഈവൻ മിനി സൂണേക്കാട്ടി വില പോലെ എനിക്ക് തോന്നിയത് അവിടെ. ഇനി എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മളധികം അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് നടക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ബാസ്ക്കറ്റ് പിടിച്ച് നടക്കുമ്പോൾ തന്നെ ആൾക്കാരെ വന്ന് ഇടിക്കണ പോലെയായിരുന്നു. കാരണം നല്ല ഒരു സൺഡേ നൈറ്റും ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര കാര്യമായിട്ട് നോക്കി. പക്ഷേ എനിക്ക് തോന്നിയില്ല അത്രയ്ക്കും നല്ല. എനിക്ക് ബെറ്റർ മിനിസുമായിട്ട് തന്നെയാണ് തോന്നിയത്. സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് അവിടെയുള്ള സ്റ്റാഫിന് പോലും ഒരു അറിയാത്ത പോലെയായിരുന്നു. അതായത് ഡേയ്സോ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിനോട് ചോദിച്ചു ഏത് ഫ്ലോറിലാണെന്ന് ചോദിച്ചിട്ട് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ. ഞങ്ങൾ എന്നിട്ട് പിന്നെ ആ റീൽസ് എടുത്ത് നോക്കി, ആ റീൽസിലെ കമൻസൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പിന്നീട് അത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു എന്നുള്ളത്, അതായത് ബേസ്മെൻറ്റിൽ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായത്. നമ്മളാദ്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തൊക്കെ ഫുള്ള് നോക്കി കറങ്ങി. എല്ലാവരോടും ചോദിച്ചിട്ടും ആർക്കും ഒരു ഐഡിയ ഇല്ല. ഈവൻ അതിൻ്റെ ഒരു നമ്പറിൽ വിളിച്ച് നോക്കി, ഫോൺ നമ്പർ കൊടുത്തത് അതാരും അറ്റൻഡ് പോലും ചെയ്യണില്ല. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പോയത്. ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ലെങ്കിലും. പക്ഷേ കുഴപ്പമില്ല, ഒന്ന് കണ്ട് വീഡിയോ എടുക്കാൻ പറ്റി എന്നുള്ളൊരു ഗുണം കിട്ടി. പിന്നെ ഇനി സാവകാശം ചിലപ്പോൾ ഇനി സ്റ്റോക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ടാണോ തോന്നിയെന്ന് എനിക്കറിയില്ല. ഇനി സാവകാശം എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്നുകൂടി ഒന്ന് കയറി നോക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കണ പോലത്തെ ഐറ്റംസൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ ആ ആഴ്ച വിട്ടു. അതിന് കഴിഞ്ഞ് വീണ്ടും അവരുടെ സ്കൂള് തുറക്കണത് ഒരു ആഴ്ചയും കൂടി നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചൂട് കാരണം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കെൻഡാണ് നമ്മൾ പോയിട്ട് ബാക്കിയുള്ള തിങ്സൊക്കെ വാങ്ങിച്ചത്. കാര്യമായിട്ടൊന്നും വാങ്ങണ്ടായിരുന്നില്ല. ഈ സ്നാക്ക് ബോക്സ്, ബോട്ടിൽ അത്ര തന്നെ ഉള്ളൂ. പിന്നെ തുണിയൊക്കെ, ഇത് ടവൽസൊക്കെ കൊണ്ടുപോകാനുള്ള ടവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് പേന, അത്യാവശ്യം പെൻസിൽ, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ പോയി വാങ്ങിച്ചു. ഇനി അതിൻ്റെ ഷോപ്പിംഗ് ഹാള് ഇതിൽ ഉൾക്കൊള്ളിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് ബോറിങ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അടുത്ത് തന്നെ വേഗം തന്നെ വരുന്നതായിരിക്കും. നമ്മളിവിടെ ചെന്നൈയിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരേ സെയിം ബ്രാൻഡ് തന്നെ പല സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ മിനിസോ പല മോളുകളിലുണ്ടാവും. അതുപോലെ ഇപ്പോൾ ലത സൂപ്പർ മാർക്കറ്റ് തന്നെ ഇപ്പോൾ ചെന്നൈയിൽ ഫുള്ള് സ്ഥലത്ത് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴും നമ്മൾ ബോർഡ് കാണാം. അങ്ങനെ ഇത് മേടവാക്കം ലത സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ല കളക്ഷൻ ഇവിടെയാണുള്ളത്. ഒരുവിധം ഐറ്റംസ് നമ്മൾ ആമസോണിലൊക്കെ കിട്ടുന്ന പോലത്തെ ഐറ്റംസ് ഫുള്ള് ഇവിടെ ഉണ്ട്. എനിക്ക് ഇപ്പം ബെറ്റർ എനിക്കിപ്പോൾ ഇവിടെ വരുന്നതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഈ പറഞ്ഞ വാൾപേപ്പേഴ്സ് ഈ കാണുന്നതൊക്കെ ഇതുവരെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട് അതൊക്കെ. അപ്പോൾ ചെന്നൈയിലൊക്കെ ഉള്ളവർക്കൊരു യൂസ്ഫുൾ ആവുമല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം തന്നെ കാണാം.